നമസ്കാരം. ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജലക്ഷ്മി എം.ആർ. ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ഈ എല്ലാ മനുഷ്യർക്കും അറിയാം. കാരണം തിരുവോണം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളല്ല ഈ ദേശീയ ഉത്സവമായിട്ട് കൊണ്ടാടുന്ന ഒരു ദിവസമാണ് തിരുവോണം. തിരു എന്ന് പറഞ്ഞാൽ ആ ഓണത്തിൻ്റെ മഹത്വത്തിനെയാണ് എടുത്തു കാണിക്കുന്നത്. തിരു ഓണം. ഓണമെന്ന് പറയാൻ കാഷ്വലായിട്ട് നമുക്ക് ഓണം എന്ന് പറയാം. പക്ഷെ തിരു എന്ന് പറയുന്നത് അതിൻ്റെ മഹത്വവൽക്കരിക്കുന്നതാണ് തിരു. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഈ തിരുവോണത്തിൻ്റെ നക്ഷത്ര ദേവത എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്. ഇവർ ജനിക്കുന്നത് ചന്ദ്രദശയിലുമാണ്. ചന്ദ്രൻ്റെ മഹത്വം പറയുക എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഒരു തണുപ്പനാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും വേഗത്തിൽ ഭ്രമണം പൂർത്തിയാക്കുന്ന ഒരു ഗ്രഹവുമാണ്. കാര്യം 5 മണിക്ക് സൂര്യൻ 5:30-6 മണിയൊക്കെ ആകുമ്പോൾ അസ്തമിച്ച് പോകുന്നു. ചന്ദ്രൻ അപ്പം തന്നെ അവിടെ വന്ന് ഉദിക്കുന്നു. ഉദിച്ചേച്ച് ഒരു ഭ്രമണം പൂർത്തിയാക്കി രാവിലെ 5:30-നും 6:00-നും ഇടയ്ക്ക് അപ്രത്യക്ഷമാകും. സൂര്യൻ വരുന്നതിന് മുന്നേ ചന്ദ്രഭഗവാൻ പോയിരിക്കും. അങ്ങനല്ലേ? അപ്പം പെട്ടെന്ന് ഭ്രമണം പൂർത്തിയാകും എന്ന് പറഞ്ഞ പോലെ ഈ തിരുവോണംകാരിലും ആ സ്വഭാവ വൈശിഷ്യം എടുത്തു പറയത്തക്ക ഒരു ഗുണമാണ്. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ യാതൊരു മടിയില്ല അവർക്ക്. എന്നാൽ മറ്റൊരു സ്വഭാവമുണ്ട്. ഈ 2 തരം വ്യക്തിത്വം ഇവരിൽ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട കാര്യം സ്ലോ ആയിട്ടും ചെയ്യും. സ്ലോ ആയിട്ട് ചെയ്യേണ്ട കാര്യം ചിലപ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് ചെയ്തു തീർക്കുന്നതായിട്ടും കാണാം. സ്ത്രീരാശിയെന്നോ പുരുഷരാശിയും എന്ന് പറയാൻ പറ്റില്ല, ഒരു യുഗ്മരാശി എന്ന് തന്നെ പറയാം. കാരണം കൂടുതൽ ഇവരുടെ സ്വഭാവത്തിലെ ഗുണം എടുത്തു കാണിക്കുന്ന ഒരു പുരുഷ സ്വഭാവമായിരിക്കും ഈ തിരുവോണ നക്ഷത്രക്കാർ കൂടുതൽ അവരുടെ സ്വഭാവത്തിൽ എടുത്തു കാണിക്കുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ. എല്ലാത്തിനും അതൊരു തൻ്റെയുടെ ഒരു പൗരുഷമായിട്ട് ഒരു സ്ത്രീ നക്ഷത്രം തിരുവോണക്കാരി എന്ന് പറഞ്ഞാൽ പോലും ഒരു പുരുഷൻ്റെ തൻ്റെയിടത്തോടെ അവർ കാര്യങ്ങളെ നേരിടും. എല്ലാ കാര്യങ്ങളും അവർ തൻ്റെയിടത്തോടെ നേരിടും. പിന്നെ വലിയ കുടുംബസ്നേഹികളായിരിക്കും ഈ തിരുവോണ നക്ഷത്രക്കാർ. സ്വഗൃഹത്തോടും സ്വന്തം സ്വജനങ്ങളോടും ഒക്കെ വളരെ സ്നേഹത്തോടും വളരെ അനുകമ്പയോടും പെരുമാറുന്നൊരു നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം. അവരെ കല്യാണം കഴിച്ചു വിടുന്ന വീട്ടിലാണെങ്കിലും ശരി, ആ ഫാമിലിയോടും വളരെ അനുകമ്പയും സ്നേഹവും കാണിക്കുന്നതായിട്ടും കണ്ടുവരാറുണ്ട്. എല്ലാവരോടും സ്നേഹവും മസൃണഭാവവും അനുകമ്പയും ദയയും എല്ലാവരിലുണ്ട്. പക്ഷേ മുൻകോപികളായിരിക്കും. ഈ മുൻകോപ സ്വഭാവം കാരണം മിത്രങ്ങളെ കഴിഞ്ഞും കൂടുതലവർക്ക് ശത്രുക്കളായിരിക്കും ഉണ്ടാവുന്നത്. കാര്യം കൂടുതലും ഈ എന്ത് കണ്ടാലും എടുത്തടിക്കുന്ന പോലെ മറുപടി പറയും. ആ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ അനുകമ്പയും ദയമായിട്ടുള്ള സംസാരമല്ലേ എല്ലാ മനുഷ്യനും ഇഷ്ടപ്പെടുന്നത്. അപ്പം ഇവർ നേരെ എതിരായിട്ട് എല്ലാം കോപത്തിൽ സംസാരിക്കും, അല്ലെ കോപ സ്വഭാവം ഇവർ കാണിക്കും. അങ്ങനെ കാണിക്കുന്നത് മൂലം ഈ എപ്പോഴും ശത്രുക്കൾ ഇവർക്ക് കൂടും. കാരണം പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ സത്യസന്ധതയായിരിക്കാം, പക്ഷേ മനുഷ്യനെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിക്കും. അതേപോലെ പിന്നെ ഒരു പിശുക്ക് ലുബ്ധത ഇവരുടെ ഒരു സ്വഭാവമാണ്. പിന്നെ ചുവന്ന കണ്ണുകൾ ചുവന്ന കണ്ണുകളായിരിക്കും മിക്കവാറും പേരുടെ. പല്ലുകൾക്ക് നിരയൊത്തതായിരിക്കില്ല, പല്ലുകൾക്ക് ഒരു അഭംഗിയുള്ളതായും കാണാം. കാരണം ശനിയുടെ പ്രഭാവം ഇവർക്കുള്ളതുകൊണ്ട് ശനി ഭഗവാന്റെ വികൃതമായ പല്ലുകളാണെന്നാണ് നമ്മൾ ജ്യോതിഷത്തിൽ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പല്ലുകൾക്ക് വികൃതമായിരിക്കുന്ന സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതരായിരിക്കും. ഭംഗിയാർന്ന കണ്ണുകളായിരിക്കും, ഭംഗിയാർന്ന ശരീരമായിരിക്കും, നല്ല തലമുടിയായിരിക്കും. അങ്ങനെ ഓരോ അവയവങ്ങൾക്കും എടുത്തു പറയത്തക്ക ദേഹ സൗന്ദര്യത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് തിരുവോണ നക്ഷത്രക്കാർ. പക്ഷേ ഇങ്ങനെ ചില കാര്യങ്ങളും ഇവരിൽ വരും. പിന്നെ ദേഹത്ത് അടിക്കടി മുറിവുകൾ ഉണ്ടാകുന്ന ഒരു സ്വഭാവങ്ങൾ വരും. പിന്നെ ഈ ചിലപ്പോൾ ചില സമയം ഞാൻ പറഞ്ഞില്ല, എടുത്തടിക്കുന്ന പോലെ വർത്താനം പറയും. പിന്നെ ഇവർ പതിഞ്ഞിരിക്കും. ചില സമയം ഇവരെ നമുക്ക് പിടികിട്ടത്തില്ല. അങ്ങനെ ഒരു കാര്യം എടുത്തു പറയണം. ഇവരെന്താണ് യഥാർത്ഥ വ്യക്തിത്വം നമുക്ക് പിടികിട്ടത്തില്ല. രാവിലത്തെ സ്വഭാവം ഉച്ചയ്ക്കത്തെ സ്വഭാവമല്ല സന്ധ്യക്കത്തെ സ്വഭാവമല്ല രാത്രിയിൽ. അങ്ങനെ മാറി മറിഞ്ഞ് ഇവരുടെ ഉറ്റ സ്നേഹിതർക്കോ ഇവരുടെ ഉറ്റ മിത്രങ്ങൾക്കോ ബന്ധുക്കൾക്കോ ഒരു ഭാര്യയ്ക്കാണല്ലോ ഭർത്താവിനാണല്ലോ ഒന്നും ഇവരെ പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ കിട്ടത്തില്ല. കാരണം ഏതാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം, ഏതാണ് ഇവരുടെ യഥാർത്ഥ ഇവരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തേയില്ല. ഇനി സ്വഭാവം ഇങ്ങനെ മാറി മറിഞ്ഞിരിക്കും. അതിനൊരു ചൊല്ലുണ്ട്, കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ് ഞാനിവിടെ പറഞ്ഞത്. എലിയെപ്പോലെ ഇരിക്കുന്നവൻ ഒരു പുലിയെപ്പോലെ വരുന്നത് കാണാം. എന്നാൽ ചിലപ്പോൾ കണ്ടാൽ വളരെ മൈൽഡായിട്ടിരിക്കും, പാവത്തിനെ പോലെ. പക്ഷേ എന്നാൽ വേറൊരു കാര്യം പറഞ്ഞാലോ, സ്വന്തമായിട്ട് ജീവിക്കാൻ മറന്നു പോകുന്ന മനുഷ്യരുമാണ് ഇവർ. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഇവർ കൂടുതൽ മറ്റുള്ളവർക്ക് സാമൂഹ്യ സേവനം ചെയ്യാനും മറ്റുള്ളവരെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന് അതിനെ കൊണ്ട് കാണിക്കാനും അന്യവർ സ്വഗൃഹത്തിൽ വേണമെന്നുള്ളവരില്ല. ഒരു ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ വന്നാലും അങ്ങനെ ഏത് തരം കാര്യങ്ങൾ വന്നാലും അതിന് മുൻപന്തിയിൽ നിന്ന് നമ്മളെ അവർ നേരിട്ട് നമുക്കത് സഹായഹസ്തം എത്തിക്കും. സാമ്പത്തികമാകട്ടെ,
അവരുടെ ശരീരം കൊണ്ടുള്ള സഹായമാവട്ടെ, ഇതിനെല്ലാം അവർക്ക് യാതൊരു മടിയില്ല. എന്നാലും ഇവരെപ്പറ്റി ഒരു കുറ്റം തന്നെ അന്യവരോട് പറഞ്ഞാൽ അവരെ അതിശയം വയ്ക്കും. നിങ്ങൾ ആ വ്യക്തിയെ പറ്റിയാണ് ഇത് പറഞ്ഞത്, ആ വ്യക്തി ഇങ്ങനെ അല്ലല്ലോ, ഞങ്ങളറിയുന്ന ആ വ്യക്തി ഇങ്ങനെ അല്ലെന്ന് തന്നെ ഇവർ വിശ്വസിക്കത്തില്ല. വെളിയിലുള്ള ഒരാൾക്കാർ ഇവരെ പറ്റി ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എന്നാൽ ഉറ്റ മിത്രങ്ങൾക്ക്, വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കൊക്കെ ഇവരെ മനസ്സിലാവും ഇവരെന്താണെന്ന്. പക്ഷേ ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പക്ഷെ നമുക്ക് അതുകൊണ്ട് കൃത്യമായിട്ടൊരു സ്വഭാവം ഇന്നതെന്ന് ഇവരെ നമുക്ക് വിമർശിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ മാറി മറിഞ്ഞുള്ള സ്വഭാവമാണ്. പിന്നെ സ്ത്രീകളാണെങ്കിൽ ഭർത്താവിനോടാണെങ്കിലും സ്നേഹവും അനുകമ്പയോടൊക്കെ അവർ പെരുമാറും. ഭർത്താവിനോട് സ്നേഹത്തോടെ അനുകമ്പയോടൊക്കെ ദയോടൊക്കെ പെരുമാറും. പക്ഷേ ഇങ്ങനെ ഈ വായിന്ന് ഇങ്ങനെ വിഷം വമിക്കുന്ന വാക്കുകൾ വരുന്നതുകൊണ്ട് കുടുംബജീവിതത്തിലും ചില അസ്വാരസ്യങ്ങളുണ്ടാകും. മിക്കവാറും ഇവർക്ക് പ്രേമബന്ധത്തിലൂടെയുള്ള ഒരു കല്യാണമായിരിക്കും ലഭിക്കുന്നത്. മിക്കവാറും ഒരു പ്രണയത്തിന്, കാരണം ഭഗവാൻ വിഷ്ണു അല്ലേ ഇവരുടെ നക്ഷത്രദേവത. അപ്പം ഭഗവാന്റെ കാര്യം അറിയാമല്ലോ, ഭഗവാൻ എപ്പോഴും പുഞ്ചിരി തൂങ്ങിയിരിക്കുന്ന ഒരാളല്ലേ. ഏത് കാര്യത്തിനെയും വളരെ മസൃണഭാവത്തോടെ നേരിടുന്ന ഒരാളാണ് ഭഗവാൻ. എന്നാൽ സൃഷ്ടി സ്ഥിതി സംഹാരകനുമാണ് വിഷ്ണു ഭഗവാൻ, അറിയാമല്ലോ. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഭഗവാനിലുണ്ട്. തലോടുകയും ചെയ്യും, ആ കൈകൊണ്ട് തന്നെ അടിക്കുകയും ചെയ്യും. വേണമെങ്കിൽ ശിക്ഷയും തരും, തലോടലും തരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്വഭാവം ഇവരിലും കാണാം. ഈ തിരുവോണ നക്ഷത്രക്കാർക്കാണ്. ഒരു പ്രശ്നം ഉണ്ടാക്കും, ആ പ്രശ്നം സ്റ്റേബിളാക്കി നിർത്തും, ആ പ്രശ്നത്തിനെ അവർ അവോയ്ഡ് ചെയ്യുകയും ചെയ്യും. വളരെ സോഫ്റ്റായ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്ത് ആ പ്രശ്നത്തിനെ അവർ വളരെ മൈൽഡായിട്ട് സോൾവ് ആക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഭയങ്കര ഗുണം ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് 18 യുദ്ധം നടന്നപ്പോൾ, നമ്മുടെ പുരാണത്തിലെ 18 യുദ്ധം നടന്നപ്പം ഭഗവാനെയാണ് ഈ 100 പാണ്ഡവരും തമ്മിൽ അനുരഞ്ജന സംഭാഷണത്തിന് നമ്മുടെ കുലഗുരുക്കന്മാർ പറഞ്ഞു വിട്ടത് ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ മറ്റേ അവതാരമാണല്ലോ, ദശാവതാരത്തിൽ ഒന്നാണല്ലോ. ദശാവതാരത്തിൽ ഒരു അവതാരമാണല്ലോ ഈ വിഷ്ണു ആണേലും കൃഷ്ണനാണേലും. പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, അങ്ങനെയല്ലേ പോകുന്നത് ദശാവതാരം. അപ്പം വിഷ്ണു എന്ന് പറഞ്ഞാലും ഭഗവാന്റെ വേറൊരു വേർഷനാണ് വിഷ്ണു ഭഗവാൻ. അപ്പോൾ ആ വിഷ്ണുവിലാണ് ലക്ഷ്മി ദേവി ഒത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മി ദേവി ഉള്ളിടത്ത് സുഖഭോഗങ്ങൾ കാണും. ഇവിടെ മഹാവിഷ്ണു ഉണ്ടോ അവിടെ ലക്ഷ്മി ദേവിയുണ്ട്. അവരെപ്പോഴും ഇണ പിരിയാതിരിക്കുന്ന ദമ്പതികളാണ്. അപ്പം ഭഗവാൻ ഇഷ്ടമുള്ള ഒരു നക്ഷത്രത്തിൻ്റെ ആയതുകൊണ്ട് ദേവിയുടെ അനുഗ്രഹവും ഈ നക്ഷത്രക്കാർ വന്നത്. അതുകൊണ്ട് നെല്ല്, ധനധാന്യങ്ങൾ, വസ്ത്ര സുഖങ്ങൾ, എല്ലാം ഭോഗസുഖങ്ങൾ, ഒരാഹാര സുഖങ്ങൾ, എങ്ങനെ ഏത് തരം നല്ല സുഖങ്ങളുണ്ടോ അതെല്ലാം ഇവർക്ക് ലഭ്യമാകും. അതെല്ലാം ഇവരിയ്ക്കുന്നിടത്ത് ഉണ്ടായിരിക്കും. ഇവരിയ്ക്കുന്നത് ദാരിദ്ര്യം, ദുഃഖം, ദുരിതം ഇതൊന്നിനെല്ലാം സലാം പറഞ്ഞു പോകും. ഇവരിയ്ക്കുന്നിടത്ത് എപ്പോഴും ആഹാരം കാണും, വസ്ത്രം കാണും. എന്നാൽ ഒരു മധ്യവയസ്സ് വരെ, ഒരു ബാല്യത്തിൽ ബാലാരിഷ്ടതകൾ ഉണ്ടാകാം. മധ്യവയസ്കിലൊക്കെ ആകുമ്പോൾ വലിയ പഠനത്തിൽ ഒത്തിരി മികവ് കാണത്തില്ല. കാരണം കയറി ഇറങ്ങി തന്നെ ഇരിക്കും. പിന്നെ ദശാസന്ധിയുടെ മാറ്റം കൊണ്ട് മാറ്റങ്ങൾ വരാം. മുഴുവൻ പേരും തിരുവോണംകാർ പഠിക്കില്ലെന്ന് പറയാൻ പറ്റില്ല. ദശാസന്ധിയുടെ മാറ്റം മൂലം ഈ 1-ാം പാദം, 2-ാം പാദം, 3-ാം പാദം, 4-ാം പാദം ഇങ്ങനെയുള്ള പാദവ്യത്യാസം മൂലം അങ്ങനെ മാറ്റങ്ങൾ വരാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏത് രംഗത്തെത്തിയാലും ഇവർ നമ്പർ 1 ആകാൻ ശ്രമിക്കും. എന്നാൽ ഇവരിൽ ഒരുപാട് കഴിവുണ്ട്. പക്ഷെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണൻ എന്ന് പറഞ്ഞ് എനിക്ക് വലിയ കഴിവൊന്നുമില്ലെന്ന് പറഞ്ഞ് പല സന്ദർഭത്തിൽ ഒരു ഒഴിഞ്ഞു മാറുന്നതും കാണാം. എന്നാൽ ഇവരിൽ ഒത്തിരി അന്തർലീനമായ കഴിവ്, സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കൗശല ബുദ്ധിയുണ്ട്. ഒരു മനുഷ്യനെ മൈൽഡാക്കാൻ സാധിക്കും, ഒരു മനുഷ്യനെ കോപിഷ്ഠരാക്കാൻ സാധിക്കും. അവിടെ തന്നെ ആ മുറിവിൽ തേൻ വെച്ച് പുരട്ടി മൈൽഡാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് നന്മകളും ഗുണങ്ങളും ഉള്ള നക്ഷത്രമാണ് ഈ തിരുവോണ നക്ഷത്രം. ഒരുപാട് നന്മകൾ എടുത്തു പറയത്തക്ക കീർത്തിമാനാകും, പാണ്ഡിത്യം ഉണ്ടാകും, ലോകപരിചയം, ഏറ്റവും നല്ല ലോകപരിചയമുള്ളവരായിരിക്കും. എന്ത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും അവർക്ക് അതിന് മറുപടി തരാൻ കാണും, തലകുനിച്ച് നിൽക്കത്തില്ല. അതുപോലെ നല്ല സുഹൃത്തു ബന്ധങ്ങളുണ്ടായിരിക്കും, സജ്ജനങ്ങളുമായിട്ട് നല്ല ഇടപെടൽ കാണും, ശൂരത്വം കാണും. അങ്ങനെ എന്തെല്ലാം വേണോ, ഏതെല്ലാം ഗുണങ്ങൾ വേണോ അതെല്ലാം നന്മയുടെ ഗുണങ്ങളുണ്ട്, തിന്മയുടെയും ഗുണങ്ങളുണ്ട്. പക്ഷേ കൂടുതൽ നന്മ തിന്മകളുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഭഗവാൻ വിഷ്ണു ആണല്ലോ ഇവരുടെ നക്ഷത്ര ദേവത. അപ്പോൾ ആ ഭഗവാനിൽ അന്തർലീനമായിരിക്കുന്ന നന്മ ഗുണങ്ങൾ ഇവരിലേക്ക് വരും. അതുകൊണ്ടാണ് സുഖഭോഗങ്ങൾ ഒരു കാലത്തും വിട്ടുപോകത്തില്ല. കാരണം ഭഗവാൻ ഇരിക്കുന്നിടത്ത് ലക്ഷ്മി ദേവി കാണും. അപ്പോൾ ആ ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞാൽ അറിയാലോ, ധനത്തിൻ്റെ ധാന്യത്തിൻ്റെ എല്ലാ സുഖങ്ങളുടെയും ഇരിപ്പിടമാണ് ദേവിയമ്മ. അപ്പോൾ ആ ദേവിയമ്മയുടെ അനുഗ്രഹം ഇവരോടൊപ്പം എപ്പോഴും കാണും. ശുക്രൻ്റെ നവാംശം ഇവരിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നന്മയും ഗുണങ്ങളും കാണും. ഒരു കൈനീട്ടം ഇവരോട് മേടിക്കുന്നത് നല്ലതാണ്. ഒരു കാര്യത്തിന് ഇവർ നമ്മളെ മുൻപന്തിൽ നിന്ന് സഹായിക്കും. സുഹൃത്തുക്കളെ ആട്ടെ, വീട്ടിൽ കുടുംബാംഗങ്ങളെ ആട്ടെ,
സമൂഹത്തിനെ ആകട്ടെ ഒക്കെ ആരുടെ വലിപ്പ ചെറുപ്പമോ പണമോ അല്ല അവർ പണക്കാരെ അങ്ങോട്ട് സ്നേഹിക്കുക അല്ലെ പാവങ്ങൾ അവരെ വെറുക്കുക അങ്ങനെയൊന്നുമില്ല. ആർക്ക് ഏത് സമയം എന്ത് സഹായം വേണേലും തിരുവോണ നക്ഷത്രക്കാർ സദാ റെഡിയാണ്. കൂടുതലായി അവർക്ക് വഴങ്ങുന്ന ജോലി എന്ന് പറഞ്ഞാൽ ആതുര സേവനം, ഡോക്ടർമാർ, നേഴ്സസ്, അതേപോലെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, അങ്ങനെയൊക്കെയും വളരെ ഗുണകരമായ അങ്ങനെ മനുഷ്യന് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ഏതെല്ലാം സഹായം ശരീരം കൊണ്ട് ആവശ്യമുണ്ടോ ആ രംഗത്തെല്ലാം ഇവർ നമുക്കൊരു തുണയായി പ്രവർത്തിക്കാൻ തന്നെ കഴിവുള്ളൊരു നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം. അത് എടുത്തു പറയത്തക്ക ഒരു ഗുണമാണ്. ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതിന് സഹായിക്കുക, ഒരു പാവപ്പെട്ട വീട്ടിലൊരു സാമ്പത്തിക സഹായം ചെയ്യണം, അതൊക്കെ വളരെ മനസ്സോടെ തന്നെ ചെയ്യും. അങ്ങനെ അങ്ങനത്തെ ഒരു നല്ല എടുത്തു പറയത്തക്ക ഒരു വ്യക്തിത്വമുള്ള നക്ഷത്രം തന്നെയാണ് തിരുവോണ നക്ഷത്രം. കാരണം വിഷ്ണു ഭഗവാനാണല്ലോ, ഞാൻ പറഞ്ഞല്ലോ, നക്ഷത്ര ദേവത. അപ്പം ഭഗവാനിൽ അന്തർലീനമായിരിക്കുന്ന എല്ലാ നന്മ ഗുണങ്ങളും എന്നാൽ ഭഗവാന് തന്നെ ശൂരത്വം, വീര്യം ഇതെല്ലാം ഭഗവാനിൽ അന്തർലീനമാണല്ലോ. അതൊക്കെ ഇവരിൽ നേടിയിരിക്കുന്നതായിട്ട് കാണാം. അല്ല എന്നാൽ വളരെ സോഫ്റ്റായിട്ട് ചില സന്ദർഭത്തിൽ ഇവർ പെരുമാറുന്ന കാണാം, സോഫ്റ്റായ രീതിയിൽ മൈൽഡായിട്ട്. അപ്പം നമ്മൾ ഓർക്കും, അയ്യോ ഇവർ ഈ സ്വഭാവമാണല്ലോ, നല്ല സ്വഭാവം, ഇവരിങ്ങനെ ആണല്ലോ എന്ന് പറയുമ്പോൾ, പക്ഷേ തിന്മകളോടും അപ്പം തന്നെ എതിർക്കും. തിന്മകൾ ആരെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ ഇവർക്ക് മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ, എവിടെ ഒരു അനീതി കണ്ടാലും ഒക്കെ ഇവരപ്പോൾ തന്നെ അതിനെ എതിർത്ത് സംസാരിക്കുക. അല്ലെ അത് ഇതങ്ങനെയല്ല, തെറ്റാൻ തന്നെ തുറന്നു പറയുന്ന പ്രകൃതവുമാണ്. അതുകൊണ്ട് മിത്രങ്ങളെ കഴിഞ്ഞും കൂടുതൽ ശത്രുക്കൾ ഇവർക്കുണ്ടാകുന്നതായി കണ്ടുവരാറുണ്ട്. പിന്നെ ഈ ലുബ്ധതയുണ്ട്, ഈ പിശുക്കത്തരമൊക്കെ ചിലപ്പോൾ കാണിക്കും. പിന്നെ ഈ ശരീരത്തിൽ മുറിവുകളുണ്ടാകും, കണ്ണുകൾ ചിലരുടെ ചുവന്നിരിക്കും, പല്ലുകൾക്കൊരു എന്നാൽ രൂപഭംഗിയും സൗന്ദര്യവും ശരീരകാന്തിയും ഒക്കെ ഉള്ളവരാണ്. ഓരോ കണ്ണും മുടിയൊക്കെ അഴകാർന്നതാണ്, ശരീരഭംഗിയും ഒക്കെ ഉള്ളവരാണ്, ആണിനും പെണ്ണിനും ഒക്കെയും. പക്ഷെ ചിലരുടെ പല്ലുകൾ രൂപഭംഗി ഇല്ലാത്തതായി കാണാറുണ്ട്. ചന്ദ്രനിൽ ജനിക്കുന്നെങ്കിൽ ശനിയുടെ ആധിപത്യം ഇവരിലുണ്ട്. അപ്പോൾ അതുമൂലം ശനിയുടെ പല്ലുകൾ വികൃതമാണെന്നാണ് ജ്യോതിഷ പ്രമാണങ്ങളിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം ആ ഒരു ഇതും ഇവരിൽ എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ കുടുംബത്തിൽ ഇരിക്കാൻ പറ്റിയ ആൾക്കാർ തന്നെയാണ്. കാരണം എല്ലാവർക്കും ഒരു നന്മ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. പിന്നെ വീട്ടിലെ അംഗങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെയും കാണുകയും അതിൻ്റെ കണ്ണീരൊപ്പുകയും ഒക്കെ ഇവർ ചെയ്യും. അവർക്ക് വേണ്ടി അവർ ജീവിക്കുന്നത് അപൂർവമാണ്. ജീവിക്കാൻ മറന്നുപോയ ആൾക്കാരും തന്നെ ഇവരെ ഈ തിരുവോണംകാരെ എടുത്തു പറയത്തക്കൊരു പേരാണ് അവർക്ക് ഞാൻ പറയുന്നത്. അവരെ പറ്റി പഠിച്ചു കഴിയുമ്പോൾ അങ്ങനെ തന്നെ പറയാൻ പറ്റും. കാരണം സ്വന്തം കാര്യം നോക്കാൻ അവർ പലപ്പോഴും ഉത്സുകരായിരിക്കില്ല. എന്നാൽ നല്ല മോടി പിടിച്ച വസ്ത്രങ്ങൾ, നല്ല രുചിയുള്ള ഭക്ഷണം ഒക്കെയും താല്പര്യപ്പെടുന്നവരാണ്. ചൂടുള്ള ഭക്ഷണം, രുചിയുള്ള ഭക്ഷണം ഇതൊക്കെ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. എന്നാൽ കാലുകളിൽ ശരീരത്തിലൊക്കെ ചില മുറിവുകളും ഉണ്ടാകാനുള്ള സാധ്യതയും ഈ തിരുവോണ നക്ഷത്രക്കാർക്ക് ആ മുറിവുകളുടെ പാടുകളൊക്കെയും ദേഹത്ത് കാണപ്പെടുന്നതായിരിക്കും. അങ്ങനെയും ചിലപ്പം കണ്ടുവരാറുണ്ട്. എന്നാൽ ചില സമയം ക്രൂരവാക്കുകളും നമ്മുടെ കൂടെ നിൽക്കുന്നവരോട്, ഭാര്യയോടാകട്ടെ ഭർത്താവിനോടാകട്ടെ ഈ തിരുവോണ നക്ഷത്രക്കാർ പറയും. അപ്പം നമ്മുടെ മനസ്സിന് മുറിവേക്കുന്നവർ സംസാരിക്കും. പല സന്ദർഭത്തിലും നമ്മൾ വേദനിക്കും. പക്ഷെ അടുത്ത നിമിഷം തന്നെ ഇവർ ആ വേദന മാറ്റി നമ്മളെ തലോടി നമ്മളെ സോഫ്റ്റ് ആക്കുകയും ചെയ്യും. അങ്ങനെ നന്മ തിന്മകൾ എല്ലാം തികഞ്ഞൊരു നക്ഷത്രം തന്നെയാണ് തിരുവോണ നക്ഷത്രം. നന്മകളും ഉണ്ട്, തിന്മകളും ഉണ്ട്. എന്നാൽ വേണ്ടിടത്ത് നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനും തൻ്റെ ഇടത്തോടെ കാര്യങ്ങൾ നേരിടാനും കഴിവുള്ളവരുമാണ് തിരുവോണ നക്ഷത്രക്കാർ, ഏത് കാര്യത്തിനും. അപ്പം അങ്ങനെ എല്ലാം നല്ലൊരു നക്ഷത്രമാണ്. ഇവർ ഭജിക്കേണ്ട ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഓ വിഷ്ണുവേ നമ എന്ന് ജപിക്കാം, ക്ലിം കൃഷ്ണായ നമ എന്നും ജപിക്കാം, ഓം ചന്ദ്രമാസേ നമ എന്ന് ജപിക്കാം. പിന്നെ കുടുംബദേവത, ദേശദേവത, ഇഷ്ടദേവത ഇതിനെയൊക്കെ ഭജിക്കുന്ന നല്ലതാണ്. പിന്നെ അമ്മയുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ചെത്തിപ്പൂമാല, അതുപോലെ എണ്ണവിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇതൊക്കെയും കഴിക്കുന്ന ഇവർക്ക് നല്ലതാണ്. എപ്പോഴും അതുപോലെ നവഗ്രഹങ്ങളുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ചന്ദ്രനെ വേണ്ടുന്ന കാര്യങ്ങൾ, ചന്ദ്രനെ ഭജിക്കുക, ചന്ദ്രന് വേണ്ടുന്ന പൂജകളും കർമ്മങ്ങളും ചെയ്യുക, ഇതൊക്കെ ഇവർക്ക് നല്ലതാണ്. വെളുപ്പ്, ചുവപ്പ് ഈ വസ്ത്രങ്ങളൊക്കെ ഇവർക്ക് ഭാഗ്യമായ വസ്ത്രങ്ങളാണ്. വെളുപ്പ് നല്ലതാണ്, കടും ചുവപ്പ് നല്ലതാണ്. അങ്ങനെ ഇളം നീലയും ഒക്കെ ഇവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ലക്കി കളേഴ്സാണ്. ഒരു ഇൻ്റർവ്യൂ പങ്കെടുക്കുമ്പോഴേ, ഒരു നല്ല കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ, നല്ലൊരു വിവാഹം അങ്ങനെയുള്ള കാര്യം, അല്ലെങ്കിൽ ഓഫീസിൻ്റെ മേശവിരി, ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ തിരിഞ്ഞിരിക്കുന്ന ദിക്ക് തെക്ക് കിഴക്കാണ് നല്ലത്. ഇവർക്ക് അനുകൂലമായ ഒരു ഇരിക്കുന്ന ദിക്ക് ഏത് കാര്യത്തിന് ശുഭകാര്യങ്ങൾക്ക് തുടങ്ങുന്നതിനൊക്കെ നല്ലതാണ്. അപ്പം എല്ലാം കൊണ്ടും ഒരു ശുഭകരമായ നക്ഷത്രം തന്നെയാണ് ഈ തിരുവോണ നക്ഷത്രം. എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു സുഹൃത്താക്കാനും പറ്റും, ഒരു സ്നേഹിതയാക്കാൻ പറ്റും. ഒരു കുടുംബജീവിതത്തിലും വളരെ നല്ലൊരു കുടുംബത്തിൽ ഇരിക്കാൻ കൊള്ളാവുന്ന വ്യക്തിത്വങ്ങളും ആയിരിക്കും. അതാണ് എനിക്ക് നക്ഷത്രക്കാരെ പറ്റി പറയാനുള്ളത്. അടുത്ത ദിവസം അവിട്ട നക്ഷത്രമായി നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.